ഫുൾ ബ്ലോക്ക് ആണ് ഗായ്സ്. ആൻഡ് ഫൈനലി ഐ ഗോട്ട് ഫുള്ളായിട്ട് കണ്ടെങ്കിൽ ഇങ്ങനത്തെ വാനിലൊക്കെ പോയാൽ മതി. ഹലോ, വെരി ഗുഡ് മോർണിംഗ്. സമയം 5:30. ഇപ്പൊ ഞാനുള്ളത് ജർമ്മനിയിലെ കാൾഷോഹ എന്ന് പറഞ്ഞ എയർപോർട്ടിലാണ്. നമ്മളിന്നൊരു ചെറിയ ട്രിപ്പ് പോകാൻ. ട്രിപ്പൊന്നുമല്ല കേട്ടോ, ഒരാവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മള് ജർമ്മനിയിൽ നിന്ന് മൾട്ടയ്ക്ക് പോകാൻ പോകണം. അപ്പം 2-3 ദിവസത്തെ ആൾക്കാരുടെ വിശേഷങ്ങളും എന്തിനാ പോയെന്നൊക്കെ പറയാം. സോ വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പൊ നമ്മളിന്ന് പോകുന്നത് കാൾഷോഹ ടു മിലാനാണ്. മിലാനിൽ നിന്ന് നമ്മൾ മാൾട്ടയ്ക്ക് പോകും. കാരണം ഇവിടെ നിന്ന് ഡയറക്റ്റുള്ള ഫ്ലൈറ്റ് ഈ ടൈമിൽ. ഇന്ന് ട്രാവൽ ചെയ്യുന്നത് റൈനറിലായതുകൊണ്ടും എനിക്ക് വേറെ എക്സ്ട്രാ ലഗേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ടും നോൺ പ്രയോറിറ്റി സീറ്റൊന്നും സെലക്ട് ചെയ്യാൻ പറ്റില്ല. സെലക്ട് ചെയ്യാം, പക്ഷേ എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് വേണം നമ്മൾ റൈനറിൽ സീറ്റ് സെലക്ട് ചെയ്യണമെങ്കിൽ. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് കിട്ടിയത് ഈ മിഡിൽ സീറ്റ് എനിക്ക് കിട്ടിയതാണ്. പക്ഷേ വണ്ടി കണ്ടോ, ഓൾമോസ്റ്റ് കാലിയാണ് വണ്ടി. അപ്പോൾ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടി. വിൻഡോ സീറ്റ് സുഖമല്ലേ, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വിൻഡോ സീറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അതായത് വണ്ടിയിൽ കാറിലാണെങ്കിലും ഫ്ലൈറ്റിലാണെങ്കിലും സുഖമല്ല, രസമല്ല. പ്രത്യേകിച്ച് കാണാനൊന്നും ഉണ്ടാവില്ല, എന്നാലും ഒരു സുഖം. ഇങ്ങനെ ആകാശം കണ്ടുപോകാൻ വേണ്ടി. അങ്ങനെ നമ്മൾ സേഫായിട്ട് മിലാൻ ബെർഗാമോ എയർപോർട്ടിൽ നമ്മൾ ഇറങ്ങി. ഒരു 50 മിനിറ്റ് യാത്ര ഉണ്ടായിരുന്നുള്ളൂ. സുഖമായിരുന്നു, യാത്രയൊന്നും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ക്ലൈമറ്റ് ഒട്ടും സുഖമുള്ളതല്ല. ഒരു മൂടി ക്ലൈമറ്റാണ്. ചെറുതായിട്ട് മഴയൊക്കെ തോന്നുന്നുണ്ട്. ഇതൊരു അത്യാവശ്യം നല്ല അടിപൊളി എയർപോർട്ടാട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇറ്റലിയിൽ ലാൻഡ് ചെയ്യുന്നത്. ഇത് നല്ല എയർപോർട്ടാണ്. റൈനർ ആയതുകൊണ്ട് കുറച്ചും കൂടി ചെറിയ എയർപോർട്ടാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഇത് അത്യാവശ്യം വലിയൊരു എയർപോർട്ടാണ്. കാണിച്ചു തരാം. ഇവിടുന്ന് നമുക്ക് ലഗേജ് എടുക്കാം. എനിക്ക് ലഗേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് എക്സിറ്റ് അടിക്കുവാണ്. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഈവനിങ് ഒരു 4 മണിയാകുമ്പോൾ നേരെ മാൾട്ടയ്ക്ക് കയറണം. നടക്കാൻ കുറച്ചുണ്ടല്ലോ. ഞാൻ വന്ന എയർപോർട്ട് കാൾഷോഹ എയർപോർട്ട് എന്നൊരു ചെറിയൊരു എയർപോർട്ടാണ്. ഒരു ഇട്ടാവട്ടം പോലെ ചെറിയൊരു എയർപോർട്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ എയർപോർട്ടാണ്. ആള് അനക്കൊന്നുമില്ല, വിജനമായി കിടക്കുന്നു. ഒരു ഒന്നുമില്ല, കണ്ണുമില്ല. എക്സിറ്റ് അത് കൂടെ പിശു എക്സിറ്റ് അതാണ് അതിൻ്റെ എക്സിറ്റ് മാറിപ്പോയിനെ. നമുക്ക് അപ്പം എയർപോർട്ടിന് പുറത്ത് കിടക്കാം. അപ്പം ക്ലൈമറ്റ് ഒട്ടും കൊള്ളില്ലാത്ത ക്ലൈമറ്റാണേ. ഒരു മഴ പെയ്യുന്നുണ്ടല്ലോ. എൻ്റെ കയ്യിലാണെങ്കിൽ കുഴയില്ല. നോക്കാം, പോയി നോക്കാം. ഓ, എയർപോർട്ടിൽ നിന്ന് എക്സിറ്റ് അടിച്ച് പുറത്ത് കിടക്കുമ്പോഴത്തേക്കും കണ്ടോ, കറക്റ്റ് മുമ്പിലായിട്ട് കുറേ ബസ് നിർത്തിയിട്ടാണ് കാണാം. ഇത് ശരിക്കും മിലാൻ സെൻറ്ററിൽ നിന്ന് കുറേ അകലെ കേട്ടോ. ഒരു കറക്റ്റ് മിലാനിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു 1.5 മണിക്കൂർ ബസ്സിൽ യാത്ര ചെയ്യണം. ഇതെല്ലാം മിലാനിലേക്ക് പോകാനുള്ള ബസ്സുകൾ കിടക്കുന്നതാണ്. കുറേ വരുന്നുണ്ടല്ലോ. ഈ ഒരു എയർപോർട്ടിൻ്റെ പരിസരത്ത് പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. പോകണമെങ്കിൽ കാണാനുണ്ടെങ്കിൽ നമ്മൾ മിലാനിൻ്റെ സെൻറ്ററിലേക്ക് പോകണം. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ കാർ പാർക്കിംഗ് നേരെ ഇവിടെ തൊട്ടടുത്തൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. പക്ഷെ നമുക്ക് അവിടെ പോയി ഫുഡ് കഴിക്കണം, വിസിറ്റ് ചെയ്യാം. രാവിലെ ഇപ്പം സമയം 3 മണി ആവാറായി. അപ്പം ഈ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ നമുക്ക് പോവാം. ഇവിടെ മഴ തുടങ്ങിയില്ല, ഒരു സ്പീഡിൽ കിടക്കട്ടെ. നമ്മൾ ഈ മാളിൽ എത്തി. ഇത് ആക്ച്വലി മാളിലെ എല്ലാ സംഭവങ്ങളും 15 മണി നമ്മൾ ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പം എന്തെങ്കിലും ഫുഡ് കോർട്ടോ അങ്ങനെ എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടോ നോക്കാം. വലിയൊരു മാളാണേ. കാർ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ കാർ പാർക്കിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഒരു 10 മിനിറ്റ് നടന്നുണ്ടോ. അത്രയും വലിയൊരു കാർ പാർക്കിംഗ് ഒക്കെ ആയിട്ട് 24 hours കാർ പാർക്കിംഗ് തന്നെ. കടകളൊക്കെ 11 മണിക്ക് തുറക്കുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം ഉണ്ട്. ബർഗറിനും മെക്കിയും KFCയും എല്ലാം ഉണ്ട്. നോക്കട്ടെ എത്ര മണിക്ക് തുറക്കണേ. കാണിച്ചപ്പോൾ 1 മണി ഇങ്ങനെ കാണിച്ചു, അതുകൊണ്ടങ്ങ് ഇറങ്ങി. നമുക്കിന്ന് കുറച്ച് നേരം വലിയൊരു മാള് എക്സ്പ്ലോർ ചെയ്യാം. കടയൊക്കെ തുറന്നു വരുന്നു. നമ്മളിങ്ങനെ തേപ്പാരി ഇങ്ങനെ വിൻഡോ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഇങ്ങനെ നടക്കാം. രസല്ലേ? ലുലുമാളി പോയൊരവസ്ഥയാണ്. കാല് വയ്യാണ്ടാവുന്ന തോന്നുന്നുണ്ട്. കലവറ ഇത് എങ്ങനെ വേണമെങ്കിലും വായിക്കാം. വേണമെങ്കിൽ കലവറ എന്നും വായിക്കാം അല്ലേ? ക്ലാസ് അല്ലേ?
കാസർഗോഡേ ഇത് മഴ തന്നെയാണോ? ദൂർജല്ലാണോ? കൊള്ളാലോ. കാട്ടിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വെട്ടുകൊണ്ട് വെച്ചേക്ക്. ഓക്കെ എന്തായാലും ഓക്കെ. സാറിന്റെ ക്ലോത്തിങ് ബ്രാൻഡ് അറിയായിരുന്നു, പക്ഷെ ഇതേപോലത്തെ ഒരു സാറാസ് ഹോം ഫർണിഷിങ്സും എല്ലാം ഫുള്ളായിട്ട് ഉള്ളൊരു അങ്ങനത്തെ ഒരു ടൈപ്പ് ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. സംഭവം കൊള്ളാം. ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാമാനങ്ങളും ഉണ്ട്. ഇവൻ ക്ലോത്തുകളും എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം ഉണ്ടോ? സാറാ ഹോം എത്ര റേറ്റ്? 13 യൂറോ കേട്ടോ. അങ്ങനെ കുറേ നേരത്തെ വട്ടം തിരിച്ചതിന് ശേഷം ഞാൻ മാളിൽ നിന്ന് ഇറങ്ങി. ഇപ്പം സമയം 2:15. എനിക്ക് 4 മണിക്ക് ഫ്ലൈറ്റ്. അപ്പം പയ്യെ എയർപോർട്ടിലേക്ക് ചലിക്കാം. ഒരു 10 മിനിറ്റ് നടക്കാനുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ അവിടെ പോയിരിക്കാൻ വിചാരിച്ചു. മാളില് കുറേ നേരം എക്സ്പ്ലോർ ചെയ്തു. നടന്നു നടന്ന് കാലും വയ്യാണ്ടായി. പക്ഷെ അടിപൊളി മാൾ കേട്ടോ, ഒരു രക്ഷയില്ല. ചുമ്മാ വന്ന് മിലാനിൽ ഇറങ്ങിയിട്ട് കാര്യം ഉണ്ടായി കാണാൻ പറ്റിയില്ല. അപ്പം അത്രേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്ക് മിലാൻ ടു മാൾട്ട തുറക്കാം. മിലാനിൽ ശരിക്കും 2 എയർപോർട്ട് ഉണ്ട്. അതിൽ മറ്റേ ഇതെന്ന് പറഞ്ഞാൽ മിലാൻ ബെർഗാമോ എയർപോർട്ടാണ്. മിലാൻ സെൻട്രലിലേക്ക് വരുന്നവർക്ക് ഈ എയർപോർട്ടിൽ വന്നിട്ട് കാര്യമുണ്ട്. ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ പിന്നെയും ബസ്സിൽ പോകണം ഈ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ. അല്ലെങ്കിൽ മിലാൻ മെയിൻ എയർപോർട്ട് ഉണ്ട്, അവിടെ വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ മിലാൻ സെൻട്രലിലേക്ക് പോകാൻ എളുപ്പമായിരിക്കും. അയ്യോ എന്നെ വഴി തെറ്റിയോ? ഇല്ല, വഴി തെറ്റിയിട്ടില്ല. പുതിയൊരു സ്ഥലം, പുതിയൊരു രാജ്യം, ചെറിയൊരു കൺഫ്യൂഷൻ. എന്തായാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മള് ചെക്കിനൊക്കെ ചെയ്തു. നമ്മൾ മിലാൻ ബെർഗാമോ എയർപോർട്ടിന്റെ ഉള്ളിൽ കൂടെ ഗേറ്റിന്റെ അടുത്ത് പോവാണ്. കാഴ്ച കാണിച്ചതാവേ. ഓർഗൻ വായിക്കും, പിയാനോ വായിക്കും. ഞാനിവിടെ ഇരിക്കുന്നുണ്ട്. നമ്മള് സേഫ് ആയിട്ട് മാൾട്ട ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. എനിക്കൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. അപ്പൊ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും ഇങ്ങോട്ട് വന്നത് തന്നെ. അപ്പം അത്രയ്ക്കൊക്കെ ഉള്ളൂ. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കേട്ടോ, ശരിക്കും നട്ടുച്ചേ ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പം ഇന്നലെ നല്ലൊരു ഉറക്കം ഇറങ്ങി, ക്ഷീണൊക്കെ മാറി. ഇപ്പൊ എന്റെ ബാക്കി കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ, കുറെ കൂട്ടിയൊക്കെ വെച്ചിട്ട്, അവിടെയാണ് എനിക്കിന്റെ അപ്പോയിന്റ്മെന്റ്. എന്താ സംഭവം എന്നൊക്കെ ഞാൻ സാധനം കൈ കിട്ടിയ ശേഷം പറയും. അപ്പം അതൊക്കെ കഴിഞ്ഞ് നേരെ 2 ദിവസം കൂടി മാൾട്ടയിലുണ്ടാവും. അത് കഴിഞ്ഞ് നേരെ ജർമ്മനി. പിന്നെ മാൾട്ടയ്ക്ക് വല്ലപ്പോഴും നമ്മൾ സമ്മർ വെക്കേഷൻ ഒക്കെ വരേണ്ട പോലെ വരാനുള്ള പ്ലാൻ ഉള്ളൂ. അപ്പം അത്രയ്ക്കുള്ളൂ. അപ്പൊ ഇങ്ങനെ നമ്മള് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഫ്രണ്ട്സ് വിളിച്ച് നല്ല ചോറും മീൻകറി, കുടംപുളിയും തേങ്ങിട്ട് വെച്ചാൽ നല്ല മീൻകറി ഉണ്ടായിരുന്നു. കുറേ കഴിച്ചു, ചോറ് കുറേ കഴിച്ചു, നല്ല വിശപ്പുണ്ടായിരുന്നു. നേരെ ഒരു 8 മണിയാകുമ്പോഴത്തേനും ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി സുഖമായി കിടന്നു തുടങ്ങി. അവിടെ ആരുമില്ല, അവര് നാട്ടിലോട്ട് പോകും, തൃശ്ശൂ ആണ്. അപ്പം റൂമൊക്കെ ഏകദേശം വെക്കേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലാണ് കിടന്നത്. കെട്ടിലുണ്ട്, നമുക്കത് മതി. അപ്പൊ അങ്ങനെ നേരെ അവിടെ നിന്ന് നേരെ ഇറങ്ങി. കുറച്ച് ലേറ്റായിട്ട് എണിച്ചത്. നേരെ ഇപ്പൊ 12 മണിക്ക് എനിക്ക് അപ്പോയിന്റ്മെന്റ്. 12 മണിക്ക് അപ്പോയിന്റ്മെന്റ്. ഇപ്പം 11:15 ചുമ്മാ ഇവിടെ പോസ്റ്റ് അടിച്ചിരിക്കുക. പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത വെതർ രക്ഷയില്ലാട്ടോ. അത് നമുക്ക് ഇവിടെ മാൾട്ടയിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലായിരുന്നില്ല. കാരണം നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് പോയിട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പം ജർമ്മനിയൊക്കെ ആണെങ്കിൽ ഇപ്പം ഭയങ്കര തണുപ്പാണെങ്കിൽ ഭയങ്കര തണുപ്പായിരിക്കും. ചൂട് എനിക്കറിയത്തില്ല, കാരണം ഞാനത് അനുഭവിച്ചിട്ടില്ല. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എക്സ്ട്രീം ആണ് എക്സ്ട്രീം. അങ്ങനെ ഒരു ഒട്ടും പ്രെഡിക്റ്റബിൾ അല്ലാത്ത വെതറാ ജർമ്മനിയൊക്കെ. പക്ഷെ മാൾട്ടയിലെ വെതർ എന്ന് പറയുന്നത് അടിപൊളി വെതറാ. ഭയങ്കര തണുപ്പില്ല, കാരണം ഇത് ഐലൻഡ് കാരണം ഭയങ്കര തണുപ്പ് വരത്തില്ല. പിന്നെ മനസ്സിലോട്ട് അങ്ങനെ പോകത്തില്ല, മഞ്ഞ് പെയ്യത്തില്ല. പക്ഷെ എന്നാൽ ഒരു ഇളം തണുപ്പും ഉണ്ടാവും, നല്ല സുഖമുള്ള ഒരു വെതർ. അപ്പൊ അത്രയ്ക്കേ ഉള്ളൂ. പിന്നെ ഈ സാധനം കൈ കിട്ടിയ ശേഷമുള്ള ഡയലോഗിക്കും അതായിരിക്കും നല്ലത്. ഞാൻ കാഴ്ച കാണിച്ചത് കേട്ടോ. പിന്നെ നേരെ മുമ്പിലുള്ളത് കുറേ റൂംസ്, വണ്ടിയുടെ കൂട്ടുകൾ, ബോട്ടുകൾ, ഇതൊക്കെ നല്ല റേറ്റ് ആട്ടോ. നല്ല കോടിക്കണക്കിന് വിലേന്റെ സാധനങ്ങൾ ഇറങ്ങിയിട്ട് കിടക്കുന്നത്. ഇതൊക്കെ ഇനി സമ്മർ സീസണിൽ എല്ലാം കടലിലോട്ട് ഒഴുകും. ഇത് ഭയങ്കര തിരക്കായിരിക്കും. ഇനി ബോട്ടില് പാർട്ടീസ്, ക്രൂസ് ഷിപ്പില് പാർട്ടീസ്, അങ്ങനെയൊക്കെ ആയിരിക്കും. നല്ല രസമായിരുന്നു. ഞങ്ങൾക്ക് മാൾട്ട ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഫൈനലി ഐ ഗോട്ട് മൈ വിസ. എന്റെ ജർമ്മൻ വിസ അങ്ങനെ കൈ കിട്ടിയേക്കാം. ഭയങ്കര സന്തോഷം. കുറെ നാള് ആഗ്രഹിച്ചിരുന്നതാണ്. അപ്പൊ നമുക്ക് കൈ കിട്ടുമ്പോൾ കുറേ സാധനം, നമ്മൾ കുറെ നാൾ കൂടി നമ്മൾ ആഗ്രഹിച്ച ഒരു സാധനം കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാവില്ലേ? ആ സെയിം ഫീലിംഗ് ആണ് ഇപ്പൊ എനിക്കുള്ളത്. നിർഭരമായ നിമിഷങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, പക്ഷെ അത്രയ്ക്കൊന്നുമില്ല.
പക്ഷെ ഭയങ്കര സന്തോഷം. എനിക്ക് കിട്ടിയേക്കുന്ന ഡിപ്പെൻഡ് വിസയാണ്. കാരണം ഹസ്ബൻഡ് ഓൾറെഡി ജർമ്മനിലുള്ള കാരണം ഞാൻ ഡിപ്പെൻഡ് വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ഇപ്പം ഡിപ്പെൻഡ് വിസയ്ക്ക് 3 മാസത്തേക്ക് വാലിഡിറ്റി ഉള്ള വിസ ഇപ്പം പാസ്പോർട്ടിൽ അടിച്ചു. അത്രേ ഉള്ളൂ. അപ്പൊ ഇതിലിപ്പോ മൾട്ടി വിസ ഉണ്ട്, ജർമ്മൻ വിസ ഉണ്ട്. ഓൾമോസ്റ്റ് ഇവര് പറയുന്ന കപ്പിൾ ഓഫ് ഒരു ഏകദേശം ഒരു 2.25 3 മാസമാണ് പറയുന്നത് വിസ അടിക്കാൻ വേണ്ടിട്ട്. എനിക്ക് ഓൾമോസ്റ്റ് 3 മാസം എടുക്കും. ചിലർക്ക് 1.5 മാസം കഴിഞ്ഞ് കിട്ടും, ചിലർക്ക് 2 മാസം കഴിഞ്ഞ് കിട്ടും, പിന്നെ 3 മാസം എടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ലക്ക് പോലെ ഇരിക്കും. എനിക്ക് ഇച്ചിരി ലക്ക് കുറവായിരുന്നു, എന്നാലും കുഴപ്പമില്ല. സാധനം കുറച്ച് വൈകിയാണെങ്കിലും സാധനം എന്റെ കാര്യത്തിലെല്ലാം അങ്ങനെ തന്നെ, കുറച്ച് വൈകിയാണെങ്കിലും നടക്കും. അപ്പൊ അത്രേ ഉള്ളൂ. ഇപ്പൊ എന്റെ ഫ്രണ്ട് വരും, അപ്പം എന്നിട്ട് പിന്നെ മാൾട്ട കുറച്ചൊന്ന് കാണിച്ചു തരാം. മാൾട്ടയിലെ തിരുവോരം സ്ട്രീറ്റ് വ്യൂ കുറച്ച് കാണിച്ചു തരാം. അപ്പൊ ജർമ്മൻ എംബസിന് നേരെ എന്നെ പിക്ക് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വന്നു. കണ്ടോ, ഞാൻ വാനിന്റെ ഉള്ളിൽ കണ്ടോ, മാൾട്ട ഫുള്ളായിട്ട് കാണെങ്കിൽ ഇങ്ങനത്തെ വാനിലേക്ക് പോയാൽ മതി. പുള്ളി ഇവിടെ ഡെലിവറി പേഴ്സൺ ആയിട്ട് വർക്ക് ചെയ്യുക. നമുക്കിനി അവൻ വരുമ്പം അവരിപ്പം സാധനം കൊണ്ടുപോയി കൊടുക്കാൻ പോയിക്കോ. ഞാനിപ്പോ വണ്ടിയിലിരിക്കുക. അപ്പം വന്നിട്ട് നമുക്ക് ചെറിയ രീതിയിൽ ട്രക്കിൽ നിന്നുള്ള കാഴ്ച, മാൾട്ടയുടെ കാഴ്ച നമുക്ക് 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് മാൾട്ട ഫുള്ളായിട്ട്, മാൾട്ടയുടെ ഇങ്ങേറ്റം തൊട്ട് അങ്ങേറ്റം വരെ മാൾട്ടന്റെ 1.5 മണിക്കൂർ, മാക്സിമം 2 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ മാൾട്ട എന്ന് പറയുന്നത്. ചെറിയൊരു കുഞ്ഞൊരു രാജ്യം, യൂറോപ്യൻ യൂണിയനിലെ വൺ ഓഫ് ദ സ്മോളസ്റ്റ് കൺട്രിയാണ് മാൾട്ട എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് സ്ലീമ എന്ന് പറഞ്ഞൊരു അത്യാവശ്യം വലിയൊരു ടൗണിലാണ്. അതിന്റെ അപ്പുറ സൈഡില് ഒരു ബീച്ചും ബീച്ചിന് ഫുള്ളും ബോട്ടുകളും ക്രൂസ് ഷിപ്പുകളൊക്കെ കിടക്കുക. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഫുള്ളും ഹോട്ടൽസും റെസ്റ്റോറൻ്റൊക്കെയാണ്. നൈറ്റ് ഒക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ആക്റ്റീവ് ആവും, ഈ സിറ്റി കുറച്ചും കൂടി ആക്റ്റീവ് ആവും. അപ്പൊ നമുക്ക് സിറ്റിയിലെ കാഴ്ചകൾ കാണാം. വണ്ടി ഇറക്കാണ്ട് കൊണ്ടുപോ. എന്റെ ഫോൺ ഷേക്ക് ആവണോ? എങ്ങനെ പറയണം, ഇവിടെ ഫുൾ ബ്ലോക്ക് ആണ് ഗായ്സ്. നമ്മൾ എന്ത് ചെയ്യും മള്ളിയാ? ഈ പഞ്ചായത്തിന് വരെ ഉണ്ടാവില്ല. സിറ്റി ബസ് ആട്ടോ. നമുക്ക് എല്ലാ രാജ്യത്തും ഇതേപോലത്തെ ഒരു സിറ്റി ബസ് നമ്മൾ എവിടെ പോലും കാണാൻ പറ്റും. ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ആ സിറ്റി ഫുൾ ആയിട്ട് കാണാൻ പറ്റും. നമ്മളിപ്പം ഓക്കെ, നമ്മളിപ്പോ ഒരു ഷോപ്പിലേക്ക് പോകട്ടോ ഡെലിവറി ചെയ്യാൻ വേണ്ടി. ഫ്രണ്ടിൽ വേറൊരു വണ്ടി പോകും. നിങ്ങൾ വിചാരിക്കണ പോലെ ഡെലിവറി ജോബ് അത്ര ഭയങ്കര സിമ്പിൾ ആണ്. ഡ്രൈവിംഗ് അറിയാമെങ്കിൽ സുഖമാണെന്നോ അങ്ങനെ ഒരു ഇതൊന്നും അല്ല കേട്ടോ. ഡെലിവറി ജോബ് നല്ല കട്ടിയുള്ള ജോലിയാണ്. You want space, my friend? നമ്മള് അവിടത്തെ ഡെലിവറി കഴിഞ്ഞ് എന്റെ കൂട്ടുകാരുടെ എല്ലാം കഴിഞ്ഞു, ഡെലിവറി എല്ലാം കഴിഞ്ഞു. ഉച്ചയാകുമ്പോൾ ഇവിടുത്തെ പരിപാടി കഴിയും കേട്ടോ. കാരണം രാവിലെ ഒരു 6 മണിക്ക് തുടങ്ങും. ഞാൻ ഇങ്ങനത്തെ ജോബെല്ലാം ഏകദേശം 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഉച്ച ഒരു 12 മണി വരുമ്പോഴത്തേനും എല്ലാവരും ഫ്രീ ആവും. പിന്നെ ശനി ഞായറാഴ്ച ഫ്രീ ആണ്. അതാണ് ഏറ്റവും വലിയൊരു ആശ്വാസം. 5 ദിവസം നല്ലോണം പണിയെടുത്തിട്ട് 2 ദിവസം അവധി കിട്ടുമ്പോൾ സുഖമല്ലേ. പക്ഷെ തിങ്കളാഴ്ച പോകാനും ഇച്ചിരി മടിയുണ്ട്. കുഞ്ഞൊരു വണ്ടി ഉണ്ടോ, ടൂറിസ്റ്റുകളെ കൊണ്ട് പോകുന്ന വണ്ടിയാണേ. ഇതാണ് സൈറ്റ് സീയിങ് ബസ്സുകൾ. ഇങ്ങനെ കുറച്ച് ടൂറിസ്റ്റുകൾ കൂടുതലുള്ള സ്ഥലങ്ങളിലെല്ലാം ഇതേപോലത്തെ വണ്ടികൾ ഇങ്ങനെ ഒന്ന് പാർക്ക് ചെയ്യും. ഇവിടെ പിന്നെ കുറെ ബോട്ട് സർവീസ് എടുക്കാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് ഇവിടെ. ഒരു കുഞ്ഞ് ഐസ്ക്രീം വാൻ. അടുത്ത ബസ് സ്റ്റോപ്പ് എല്ലാം ഇതേപോലത്തെ ബസ് സ്റ്റോപ്പാണ്. അത് ഓൾമോസ്റ്റ് എല്ലാ യൂറോപ്യൻ കൺട്രീസും അങ്ങനെ തന്നെയാണ്. ഒരു വലിയ ഷിപ്പ് കാണോ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഏതാ? മനോവൽ ഐലൻഡ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ വലയറ്റ? അതല്ലേ? ഓക്കെ. നമ്മുടെ അങ്ങ് അറ്റത്ത് കാണാൻ പറ്റുന്നത് അതാണ് മാൾട്ടയിലെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ വലയറ്റ. വലയറ്റാണ്. ചിലപ്പോ എന്റെ കൈ ഷെയ്ക്കാൻ ഉണ്ടായിരിക്കാം. അത് ചിലപ്പോ എന്റെ ഡ്രൈവ് സ്കിൽസ് മോശമായതുകൊണ്ടായിരിക്കാം. സ്പൽബറിന്റെ ഡ്രൈവിംഗ് അത്ര നല്ലതല്ല. ഒരു കുട്ടി ഐലൻഡാണ് മാൾട്ട എന്ന് പറയുന്നത്. 4 സൈഡും വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു കുട്ടി ഐലൻഡ്. ഒരു ലൊക്കേഷൻ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുള്ള് ഇങ്ങനത്തെ ബീച്ചസ് ആയിരിക്കട്ടെ കാണാൻ പറ്റുന്നത്.
ഇതാണ് ഫ്ലോറിയാന എന്ന് പറഞ്ഞ സെന്റർ. അതായത് മാൾട്ടയിലെ ഓൾമോസ്റ്റ് എല്ലാ അഡ്മിനിസ്ട്രേഷനായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഓഫീസുകളും പ്രവർത്തിക്കുന്നത് ഈ ഒരു സ്ഥലത്താണ് മിക്കവാറെല്ലാം പ്രവർത്തിക്കുന്നത്. പിന്നെ ഇപ്പൊ നമ്മള് വലറ്റ എന്ന് പറഞ്ഞൊരു മാൾട്ട ഞാൻ പറഞ്ഞല്ലോ, ആൾക്കാര് ക്യാപിറ്റൽ സിറ്റിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നിനല്ല, അവിടെ പോയിട്ട് ചായ കുടിക്കാം. വേറെ ഒന്നിനല്ല, കറങ്ങി വരണ. ഇവിടുത്തെ പെട്രോളിന്റെ റേറ്റ് പറഞ്ഞേ ലിറ്ററിന് എത്രയാടാ? 1.21 യൂറോ. കമ്പാരിറ്റീവ്ലി കുറവാണ് ജർമ്മനി അപേക്ഷിച്ച് നോക്കുമ്പോൾ. ജർമ്മനിയിൽ 1.8 ആണ് ഇപ്പൊ. ഇതാണ് വലേറ്റ സിറ്റി എന്ന് പറയുന്നത്. അതിന്റെ ഉള്ളിലോട്ട് നമ്മൾ കുറേ പോകണം കേട്ടോ. ശരിക്കും ഒരു ഹോട്ടലാട്ടോ, പണ്ടത്തെ ഒരു ഹോട്ടലാണ്. ഇതാണ് വലേറ്റ ബസ് ടെർമിനൽ എന്ന് പറയുന്നത്. അവിടെയാണ് ഫുൾ ഒരു ടെർമിനലാണത്. 2-3 ടെർമിനലുണ്ട്. MPTക്ക് 2-3 ടെർമിനൽ, മാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ടിന് ഒരു ടെർമിനലാണ് വലേറ്റ എന്ന് പറയുന്നത്. ടൂറിസ്റ്റുകൾ വരുവാണെങ്കിൽ ആദ്യം വരുന്ന സ്പോട്ട് വലേറ്റയാണ്. അവിടെ ഒരു ഫൗണ്ടൈൻ കണ്ടോ, ട്രിറ്റോൺ ഫൗണ്ടൈൻ എന്ന് പറഞ്ഞിട്ട്. ഇതാണ് ട്രിറ്റോൺ ഫൗണ്ടൈൻ. ഇതൊരു സ്ക്വയർ ആട്ടോ, വലേറ്റയിൽ ഒരു സ്ക്വയർ ആണ്. ബസ് ഇറങ്ങി ആൾക്കാർ നേരെ ഇതിന്റെ ഉള്ളിലോട്ട് പോകണം. വലേറ്റിന്റെ ഉള്ളിൽ കാണാൻ വേണ്ടി ഇവിടെ അല്ലാട്ടോ, ആ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് പോകണം. നല്ലോണം ഉള്ളിലോട്ട് പോയാലാണ് വലേറ്റ സിറ്റിന്റെ ഉള്ള് കാണാൻ ഏറ്റവും ഭംഗി. നമ്മുടെ എല്ലാം ഉണ്ട്. ബിരിയാണിക്ക് ഉണ്ട് കേട്ടോ, കപ്പ ബിരിയാണി ഒക്കെ ഉണ്ട്. ലർഷാണ്. ഇതാണ് നമ്മുടെ മാൾട്ട ടെർമിനൽ. അപ്പോൾ അതിനകത്ത് അവൻ്റെ ഡെലിവറി എല്ലാം കഴിഞ്ഞു. അവൻ നേരെ കമ്പനിക്ക് പോയി. പിന്നെ ഒരു സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്തു. ഞാനവിടെ ബസ് പിടിച്ച് ഇപ്പം അവരുടെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ ലഞ്ചും ഡിന്നറും എല്ലാം അവിടെ നിന്നാണ്. ഹലോ, പിന്നെ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി വിശേഷങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല, പക്ഷെ ഇന്ന് കാണിക്കാം. ഇന്ന് നമുക്ക് ചെറിയ കുറച്ച് ഫ്രണ്ട്സും കൂടി ഉണ്ട്. നമ്മുടെ വേറെ കുറേ ഫ്രണ്ട്സും കൂടി ഇന്നലെ നമ്മളൊരു വീട്ടിൽ പോയില്ലേ, ആ വീട്ടിലേക്ക് വരും. അപ്പം ഇന്നത്തെ വീഡിയോസ് കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ റെഡി ആയിട്ട് അവിടെ പോവാം. ഇവിടെ ഒരു ഗ്രോട്ടോ ഉണ്ട്, മെലിഹ എന്ന് പറഞ്ഞ സ്ഥലത്ത് മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ ഉണ്ട്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് പോവാം. അപ്പം ഓണ വഴിക്കുള്ള കാഴ്ചകളാണ് ഇന്ന് കണ്ടത്. പിന്നെ നാട്യങ്ങളുണ്ടോ, അത് ശരിക്കും ഇവിടുത്തെ പള്ളിപ്പെരുന്നാൾ ആവാറായിട്ടുണ്ട്. അതിൻ്റെ മുന്നൊരുക്കമാണ് അവിടെ ഇങ്ങനെ ഫുള്ള് നാട്യം. നമ്മുടെ ഒരു കൊച്ചുകാരൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവൻ ഇവിടെ സ്റ്റുഡൻ്റ് ആയിട്ട് വന്നതാണ്, പഠിക്കുവാണ്. ഇന്നാണ് ക്ലാസ് ഇല്ല, അപ്പോൾ എൻ്റെ കൂടെ കൂട്ടി. അപ്പോൾ നമ്മളെ മെലിഹ എത്തി. ഇതാണ് മെലിഹ പാരിഷ് ചർച്ച്. നമ്മളിനി പാരിഷ് ചർച്ചിൽ നിന്ന് താഴെയായിട്ട് നമുക്കൊരു ഗ്രോട്ടോ ഉണ്ട്. ഗ്രോട്ടോയിലോട്ട് പോകണം. ചെറിയ രണ്ട് മേടയായിട്ട് വെച്ചു പോയിട്ടുണ്ട്. ഗ്രോട്ടോ ഭയങ്കര ഫേമസ് ആട്ടോ. ഫേമസ് ആണെന്ന് പറയാൻ കാരണം പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക് അവിടെ ഉള്ളിൽ പോയി നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ ഫുള്ളും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നമ്മൾ എഴുതി വെച്ചേക്കുക, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അതിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം. ഇതിന്റെ സൈഡിൽ ഫുള്ളും റെസ്റ്റോറന്റ് ഉണ്ട്. പിന്നെ കുറെ അപ്പാർട്ട്മെന്റ്സ് കാണാൻ പറ്റും. ഭയങ്കര സൈലന്റ് ആണ് അതിൻ്റെ ഉള്ളിൽ. നമുക്കത് മിണ്ടാണ്ട് പോകും. അപ്പൊ നമ്മള് ഇന്ന് നമ്മുടെ കൂട്ടുകാരുടെ വീട്ടിലാണുള്ളത്. നമ്മള് കപ്സ് കഴിക്കണം. കാണിച്ചു തരാം, കപ്സ് കാണിച്ചു തരാം. കണ്ടാ, ഇതാണ് നിസാർക്ക. ഹായ് പറയും. ഹായ്. നമ്മള് കപ്സ് റെഡി ആക്കി വെച്ചേക്കണം. അതിന്റെ ബീഫ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അജയ് ഹായ് പറ. ഹായ് പറ അജയ്. ഹായ്. ഇനി ഇവിടെ കുറെ പേരുണ്ട്, എല്ലാവരും കാണിച്ചു തരാം. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. പ്ലേറ്റ് കാലി. എനിക്ക് ഹായ്. ഹായ് ഇസ്മിനെ. ഹായ്. ഹായ്. ലബി. സാലു.
ഇത് മാൾട്ടീസുകാരനാണ്. മാൾട്ടീസുകാരനാണ്. ഇവിടെ മലയാളീസ് മാത്രമേ ഉള്ളൂ. ഇവിടെ ചാലു മാത്രമാണ് മാൾട്ടീസുകാരനുള്ളത്. അത് മലയാളം അല്ല, അത് ഹിന്ദി ആത്ത. അപ്പൊ അകത്തെ യാത്രയ്ക്കുള്ളൂ. അപ്പം നാളെ ഞാൻ ഇവിടെ നിന്ന് സ്ഥലം വിടും. അപ്പം അപ്പൊ അകത്തേ ഉള്ളൂ. അപ്പം ഇനി വേറൊരു ദിവസം വേറൊരു വ്ലോഗായിട്ട് വേറൊരു സ്ഥലത്ത് നമുക്ക് ഇനിയും കാണാം. അപ്പം ഡു സപ്പോർട്ട്. അപ്പൊ ഇത്രയുള്ളൂ. ബൈ 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 ബൈ. അപ്പൊ നമ്മൾ ഇന്നലെ കനത്ത കബ്സ പോളിങ്ങിന് ശേഷം രാത്രി ഇവിടെ വന്ന് കിടന്ന് ഉറങ്ങി. അപ്പൊ ഇന്ന് നമ്മൾ തിരിച്ച് ജർമ്മനിക്ക് പോവാണ്. ഇവിടെ നാട് വിടുവാണ്. മാൾട്ട ടു ബൈ ബൈ പറയാനുള്ള ടൈമായി. അപ്പൊ ഇന്ന് രാവിലെ തന്നെ ഇന്നത്തെ കബ്സിന്റെ ബാലൻസ് ഉണ്ടായിരുന്നു, കുറച്ചുണ്ടായിരുന്നു. അതെനിക്ക് ഒരു പാർസലാക്കി തന്നു. ഇവിടെ ഞാൻ കുക്കിംഗ് ഒന്നുമില്ല കേട്ടോ. കബ്സ രാവിലെ തന്നെ കബ്സ കഴിയിട്ട് വേണം. നമ്മുടെ അമ്മമാരുടെ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ ചക്കയും മാങ്ങയും മടലും എല്ലാം കൊണ്ടുവരില്ലേ, അതേപോലെയാണ് ഞങ്ങൾ ആ വീട്ടിൽ പോയി തിരിച്ചു വരുമ്പോൾ എല്ലാം അവിടെ നിന്ന് പറ്റിക്കൊണ്ട് വരും. ഇനി നേരെ വൈകുന്നേരം ആകുമ്പോഴത്തേനും നേരെ എയർപോർട്ടിൽ പോവാ. ബൈ ബൈ പറയാം. അങ്ങനെ നമുക്ക് പോകാനുള്ള സമയം. നമ്മളിപ്പം മാൾട്ട ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിൽക്കുവാണ്. ചെക്ക് ചെയ്യണം, ബോർഡിങ് ചെയ്യുവാണ്. ചെക്ക് ചെയ്ത് കഴിഞ്ഞു, ബോർഡ് ചെയ്യാൻ പോകണം. നല്ല റഷാണ്. നമ്മളിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 2 മണിക്കൂർ ഡ്രൈവ് പോയിട്ടൊരു വെമ്മിംഗൻ എന്ന് പറഞ്ഞ എയർപോർട്ടിൽ നമ്മൾ പോകണേ. നമ്മുടെ തൊട്ടടുത്തുള്ള എയർപോർട്ടിൽ ഇന്ന് ഫ്ലൈറ്റില്ല. അപ്പൊ നമ്മൾ നേരെ വെമ്മിംഗത്തിലോട്ട് പോകണം. സേഫ്ലി വി റീച്ച് അവർ ഹോം. ജർമ്മനി ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ മഴയാണ്, കുറച്ച് മഴയാണ്. ഇവിടെ ഇച്ചിരി ഉണർന്നു വന്നു, കുറച്ച് നനഞ്ഞ് ഉണർന്നു വന്നു. നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പം നമ്മുടെ വണ്ടി ഇപ്പം വരും. ഹൈ പറ അല്ലാണ്ടോ ബൈ പറ. ബൈ ആണോ? അപ്പൊ അത്രയ്ക്കുള്ളൂ. കുറേ തെറ്റുണ്ടാവും ഈ വീഡിയോയില്. സോളോ ട്രിപ്പ് പോയതല്ലേ, അപ്പോൾ കുറേ മിസ്റ്റേക്ക് ഉണ്ടാവും. എല്ലാം നിങ്ങൾ ക്ഷമിക്കുക. ഡു സബ്സ്ക്രൈബ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. ബൈ ബൈ പറ.